ദേ പരീക്ഷയൊക്കെ അടുക്കാറായപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗവും ഭയങ്കര ടെൻഷനാണ്, ആങ്സൈറ്റിയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഞാനിപ്പോൾ ഏറ്റവും അടുത്ത് കേൾക്കുന്ന ഒരു പരാതി എന്ന് പറയുമ്പോൾ നേരത്തെ കിട്ടുന്ന മാർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ പഠിച്ചതിൻ്റെ അത്രയും ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് പലരും പറയുന്നത് നേരത്തെ ഞങ്ങൾ 8 മണിക്കൂർ പഠിച്ചപ്പോൾ കിട്ടുന്ന ആ ഒരു ഇഫക്റ്റ് പോലും 15 മണിക്കൂർ പഠിച്ചിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരു പക്ഷേ ഒരുപാട് പേർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ പോകുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കൂ, നമ്മൾ തുടങ്ങിയ സമയത്ത് 8 മണിക്കൂറേ പഠിച്ചുള്ളൂ എങ്കിലും ആ സമയത്ത് നമുക്ക് വലിയ ആങ്സൈറ്റിയും അല്ലെങ്കിൽ പരീക്ഷ എന്നൊരു പേടിയും ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടാണ് പഠിച്ചത്. അതിൻ്റെ ഒരു ഇഫക്റ്റാണ് നിങ്ങൾക്ക് ആ സമയത്ത് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റിയത്. പക്ഷേ ഈ ഒരു പരീക്ഷ അടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിലും ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിലും ആവറേജ് ലെവലിൽ നിൽക്കുന്നവരാണെങ്കിലും ആരായാലും പരീക്ഷയോട് അടുക്കുന്ന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിലാണ് നമ്മൾ പരീക്ഷയെക്കുറിച്ച് ഏറ്റവും അധികം ചിന്തിക്കുന്നതും അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി എങ്ങനെ ചെയ്യും, നമ്മുടെ സിസ്റ്റം കൂടുതലായിട്ട് ഓവർ കോൺഷ്യസ് ആകുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഓവർ കോൺഷ്യസ്നെസ് തന്നെ ആകണം നമ്മുടെ സ്റ്റഡീസിൻ്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് കുറയ്ക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ സമയവും ടെക്സ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വായിക്കുമ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അയ്യോ ഇത് പഠിച്ച് തീരുമോ, എനിക്ക് കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്, ഇതിപ്പോൾ പഠിച്ചാൽ അന്ന് ഓർമ്മയിലിരിക്കുമോ, പരീക്ഷ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ചിന്തകൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ചിന്തകളുടെ ആധിക്യം കൊണ്ട് മാത്രമാണ് നമ്മൾ പലപ്പോഴും 15 മണിക്കൂർ ഇരുന്നിട്ട് പോലും എനിക്ക് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളുടെ ചിന്തകളാണ്. ഇനി വേറെയും ഒരു കാര്യം, ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം പഠിത്തത്തെ അല്ലെങ്കിൽ പരീക്ഷയെ സീരിയസ് ആയിട്ട് കാണുന്ന ഏതൊരു കുട്ടിയും പരീക്ഷയോട് അടുക്കുന്ന നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും എനിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ല. എല്ലാ കുട്ടികളും പരീക്ഷയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കുട്ടി പരീക്ഷയോട് അടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു വെപ്രാളം അല്ലെങ്കിൽ വേവലാതി കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അല്ലാതെ നമ്മുടെ ബ്രെയിനിൻ്റെ മെമ്മറി പവർ കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടോ ഒന്നുമല്ല. അപ്പം നമ്മൾ ഏറ്റവും ആത്മസംയമനത്തോടെ അതിനെ നേരിടുകയാണ് വേണ്ടത്. ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ വരുന്നു അല്ലെങ്കിൽ ഇത് പഠിക്കുന്നുണ്ടോ, ഇത് പഠിച്ചാൽ വരുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെ മനഃപൂർവ്വം തന്നെ മനസ്സിൽ നിന്നും നിങ്ങൾ മാറ്റി വെക്കുക. പഠിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ മനസ്സിൽ വന്നുപോയാൽ അപ്പം തന്നെ നിങ്ങൾ അത് നിർത്തി ഒന്ന് എണീറ്റ് നടക്കുകയോ ഒന്ന് മുഖം കഴുകുകയോ ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിരുന്ന് വീണ്ടും പഠിക്കുക. ആ ചിന്തകളെ വളരാൻ അനുവദിക്കരുത്. കാരണം പ്രത്യേകിച്ചും ബയോ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിച്ച് വായിച്ചാലും നമുക്ക് മനസ്സിലാകില്ല. കാരണം നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ മനസ്സിലെ ചിന്ത മുഴുവൻ ഇത് ഞാൻ ഓർത്തിരിക്കുമോ, ഇത് പരീക്ഷയ്ക്ക് വരുമോ, ഇങ്ങനെയാണ്. അങ്ങനെ വായിക്കുമ്പോഴാണ് നിങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചാലും അത് മനസ്സിലിരിക്കാത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കൃത്യമായിട്ടാണോ ചെയ്യുന്നത്, എൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റി വേണം തിരിച്ചു വരാൻ. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് എണീറ്റ് നടക്കുകയോ ഒന്ന് മുഖം കഴുകുകയോ അല്ലെങ്കിൽ മാറ്റി സബ്ജക്റ്റ് ഒന്ന് മാറ്റി പിടിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതൊരു കോമൺ ആയിട്ട് മെജോറിറ്റി കുട്ടികളും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിത്തത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കുട്ടികളെല്ലാം കാണിക്കുന്ന ഒരു ബിഹേവിയറാണ്. അത് ഞാനും കാണിക്കുന്നു. അത് എങ്ങനെ നമ്മൾ ഒതുക്കുന്നു, എത്രത്തോളം നമ്മുടെ കൺട്രോളിലായിരിക്കുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ഇതൊന്നും ഇല്ലാത്ത കുട്ടികൾ ആരും ഇല്ല തന്നെ. പക്ഷെ ഓരോ കുട്ടികളും ആ ടെൻഷനെ അല്ലെങ്കിൽ ആ വെപ്രാളത്തെ ആ ചോദ്യങ്ങളെ കൃത്യതയോടെ കാണുകയും അതിനെ ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്ത് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ എനിക്ക് ഇപ്പോൾ പരീക്ഷ എടുക്കുമ്പോൾ പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഞാൻ മറന്നു പോകുന്നു അങ്ങനെയുള്ള വറീസിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. മറിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ പരീക്ഷയെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇച്ചിരി ഒന്ന് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കി ചിന്തകളെ
കുറയ്ക്കുക. നിങ്ങൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങൾ മറന്നു പോകുമെന്ന ചിന്തയെ വേണ്ട, ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചിന്തകളെ മാറ്റിവെച്ച് ഒന്ന് കംഫർട്ടബിളായി പരീക്ഷ എഴുതിയാൽ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മാത്രം മതി ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ഇതൊരു വലിയ പ്രോബ്ലമായിട്ട് അനലൈസ് ചെയ്ത് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആഴ്ചയും നമ്മൾ മാർക്ക് കുറയും. അപ്പോൾ അത് വേണ്ട. ഇത് ഒരാഴ്ച ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഒരു ദിവസം ഇച്ചിരി ഒന്ന് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ചിന്തയുടെ പ്രോബ്ലമാണ് അതെന്ന് മനസ്സിലാക്കി അതിനെ മാത്രം നിങ്ങളൊന്ന് കൈപ്പിടിയിൽ ഒതുക്കിയാൽ മതി. അപ്പോൾ ഇത് ചെയ്യുമല്ലോ അല്ലേ? ഇനി മിക്കവാറും ദിവസങ്ങളിലെല്ലാം ഞാൻ നിങ്ങളെ വന്ന് കാണാം കേട്ടോ. ടാറ്റ.